സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ കയ്യിലുള്ള വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരു ആയുധമാണ്. ശരിക്കും അത് പ്രയോഗിക്കാൻ അറിയില്ല നമുക്ക്, അല്ലേ? എത്ര വലിയ പ്രയാസത്തിനും മരുന്നാണ് ഫാത്തിഹ. എന്തിനേറെ, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് എല്ലാം കൈയൊഴിഞ്ഞ രോഗിക്ക് ഹൈറെന്താണോ അത് നടക്കാൻ ഫാത്തിഹ ഏറ്റവും മനോഹരമായി പ്രയോഗിക്കാൻ പറ്റും. ക്യാൻസർ മാറ്റാൻ ഫാത്തിഹ മതി. അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ മനോഹരമായ കലാമിലെ ഈ വിശിഷ്ടമായ അധ്യായം നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ, വല്ലാത്തൊരു സന്തോഷം. ദുനിയാവിലും ആഖിറത്തിലും സമാധാനം നിറയും. ഉറപ്പാണ്. പക്ഷേ ഓതേണ്ടതുപോലെ ഓതണം. എങ്ങനെ ഓതണം? നമുക്കൊന്ന് പഠിച്ചാലോ? ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മശാ അല്ലാ. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ടെൻഷൻ ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ? സ്ട്രെസ് ഉണ്ടോ? എത്ര വലിയ ടെൻഷനും നീക്കുന്ന അത്ഭുത മരുന്നാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. എത്ര വലിയ ടെൻഷനും ഫാത്തിഹ നീക്കും. നമുക്കൊരു ഫാത്തിഹ ആദ്യം നോദിയാലോ? മനസ്സറിഞ്ഞ് എന്നോടൊപ്പം നോദിക്കേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്നാണ് നമ്മൾ ഒരിക്കലും പറഞ്ഞിരുന്നു. അഊദു വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. പിശാചിൽ നിന്ന് കാവൽ തരണേന്ന് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടും പിശാചിൽ നിന്ന് കാവൽ കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താ? പിശാച് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ നമ്മൾ ചെയ്യണതുകൊണ്ടാണ്. അപ്പോൾ അഊദു നമ്മളിൽ ഫലിക്കണമെങ്കിൽ പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതോടൊപ്പം അഊദു പറയണം. ഒരാൾ കള്ളുകുടിക്കും, എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ അഊദു ബില്ലാഹി ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ചൊല്ലും. ബാത്റൂമിൽ കയറിയിട്ടും ശൈത്താൻ്റെ ഉപദ്രവത്തിന് വല്ല കുറവുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല ഈ ദിക്ർ ചൊല്ലുന്നവർക്കും ശൈത്താൻ്റെ ഇടയിൽ മറയിടുന്നു. ശരിയാണ്, ആ ഹദീസ് ശരിയാണ്. പക്ഷേ ഈ ദിക്റായി ചൊല്ലുന്നവർക്കാണത്. ശൈത്താൻ വെറുക്കുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയും ശൈത്താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ വെറുക്കുകയും ചെയ്യണം എന്നാണ്, അല്ലേ? ശൈത്താൻ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അഊദു ചൊല്ലിയിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ അള്ളാഹിനോട് തേടുന്നതിനോടൊപ്പം അവന് പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹ്. നമ്മളിതിൻ്റെയൊക്കെ വിശദീകരണം മുമ്പ് പറഞ്ഞിരുന്നു, അല്ലേ? അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും, അതിൻ്റെ ആന്തരികമായ അർത്ഥമാണ് ഈ പറയുന്നത് ബിസ്മില്ലാഹിയുടെ. അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിയവനായ നിലയിൽ, റഹ്മാനും റഹീമുമായ അള്ളാഹിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിയവനായ നിലയിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ സഹായം തേടിയ നിലയിലാണ് ഇറങ്ങണത്. മനസ്സിലായോ? അതുപോലെ തന്നെ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹിൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടിക്കൊണ്ട് ഞാനിതാ തുടങ്ങുന്നു എന്നാണ്. ആ ബോധ്യത്തിൽ അള്ളാഹിനെ കൂട്ടുപിടിച്ച് ഇറങ്ങി നോക്കിയേ ഏത് കാര്യവും നടക്കും. ഏത് കാര്യവും നടക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ഈ ബിസ്മിൻ ചൊല്ലി അങ്ങ് ഇറങ്ങിക്കോ. ഈ ബോധ്യത്തിൽ ചൊല്ലണം. അവർക്ക് വല്ലാത്ത മഹത്വമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ കച്ചവടം നഷ്ടത്തിലാണെങ്കിൽ, വീട്ടിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും, വീട്ടിലൊരു മരണം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കച്ചവടം പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരു അബോർഷൻ സംഭവിച്ചു, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് നന്മയുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് ഗുണമാണ്, എൻ്റെ റബ്ബ് എനിക്ക് ഗുണം ചെയ്തതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ എങ്ങും വിഷമിച്ച് നിൽക്കാതെ പൊരുത്തപ്പെട്ടുകൊണ്ട് പറയുമ്പോഴാണ് അൽഹംദുലില്ല ആകണത്. ആ ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് അൽഹംദുലില്ല പറയാൻ കഴിയണം. അർ റഹ്മാനിർ റഹീം വീണ്ടും പറയണം. അതിൻ്റെയൊക്കെ കാരണം ഇൻഷാ അല്ലാഹ് പിന്നീട് ഫാത്തിഹയുടെ വിശദീകരണത്തിൽ നമ്മൾ പറയും. മാലികി യൗമിദ്ദീൻ, അല്ലേ? ആദ്യ ദിനം മുതൽ അന്ത്യദിനം വരെ എല്ലാത്തിൻ്റെയും ഉടമ ആര് മാത്രമാണ്? അല്ലാഹ് മാത്രമാണ്.
അപ്പോൾ എൻ്റെ വീടിൻ്റെ ഉടമ ഞാനല്ലേ? അല്ല. അതിൻ്റെയും ഉടമയല്ലയാണ്. എൻ്റെ കയ്യിലുള്ള സമ്പത്തിൻ്റെ ഉടമ ഞാനല്ലേ? അല്ലല്ലല്ല. നമ്മൾ കൈകാര്യകർത്താക്കൾ മാത്രമാണ്. എന്തിനേറെ നമ്മുടെ മക്കളുടെ ഉടമ പോലും നമ്മളല്ല, അള്ളാഹുവാണ്. നമ്മുടെ ഉടമയും അള്ളാഹുവാണ്. നമ്മൾ കൈകാര്യകർത്താക്കൾ മാത്രമാണ്. മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് മക്കൾ. പടച്ചോൻ തന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. അവർ മോശമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബഹുഭൂരിപക്ഷം സാഹചര്യമുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ തന്നെയാണ്, മാതാപിതാക്കൾ തന്നെയാണ്. നമ്മുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. അത് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ മാത്രമാണെന്നല്ല, മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ അവർ വഴിതെറ്റിപ്പോകാനുള്ള കാരണം. മനസ്സിലാവുന്നുണ്ടോ? ചെറുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില വിഷയങ്ങൾ ഇനി എല്ലാം ശ്രദ്ധിച്ചിട്ടും പോകുന്നുണ്ടെങ്കിൽ അത് അവരും അള്ളാഹും തമ്മിലായിക്കോളും. ശ്രദ്ധിക്കാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാത്തിൻ്റെയും ഉടമ അള്ളാഹുവാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നോട് മാത്രം, അല്ലെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഉസ്താദെ, അപ്പോൾ പടച്ചവനോട് മാത്രമല്ലല്ലോ നമ്മൾ സഹായം ചോദിക്കുന്നത്. ഉമ്മാനോട് ചോദിക്കുന്നുണ്ട്, വാപ്പാനോട് ചോദിക്കുന്നുണ്ട്, ഭാര്യയോട് ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, ഔലിയാക്കളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാടുണ്ടോയെന്നാണ്. അങ്ങനെ പാടില്ല. എന്നാൽ പിന്നെ നമുക്ക് രാവിലെ തന്നെ പടച്ചോനെ 2 ഇഡ്ഡലി താ അല്ലാ ഇയ്യാക നസ്തഈൻ എന്നല്ലേ പടച്ചോൻ പറഞ്ഞത്. അവിടെ ഭൗതികം അഭൗതികം ഒന്നും ആയത്തിലില്ല. അതൊക്കെ ചില പാവങ്ങൾ, അറിവില്ലാത്തവർ ഉമ്മത്തിൽ ഫിത്തനെ ഫസാദ് ഉണ്ടാക്കി ഉമ്മത്തിനെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അറിവില്ലാത്ത സാധുജനങ്ങൾ കുത്തിക്കയറ്റി അർത്ഥാണ്. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. അവിടെ ഭൗതിക സഹായം നാട്ടുകാരോട്, അഭൗതിക സഹായം അള്ളാഹിനോട്, അങ്ങനെയൊന്നുമല്ല. എല്ലാ സഹായവും ആരോട് മാത്രം? അള്ളാഹിനോട് മാത്രം. എൻ്റെ ഉമ്മ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തരണമെങ്കിൽ അത് ആരുടെ സഹായമാണ്? അള്ളാഹിൻ്റെ സഹായമാണ്. മുത്തുനബി എന്നെ സഹായിക്കണമെങ്കിൽ അത് ആരുടെ സഹായമാണ്? അള്ളാഹിൻ്റെ സഹായമാണ്. ഇത് മനസ്സിലാക്കിയ പിന്നെ ഈ ഉമ്മത്ത് തമ്മിലൊരു പ്രശ്നമില്ലാന്ന് ഇത് മനസ്സിലാക്കാതെ ഉമ്മത്ത് മുസ്ലിമിനെ കാഫിറും മുശ്രിക്കും ആക്കുന്ന വിവരദോഷികളായ പാവപ്പെട്ട ബുദ്ധിയില്ലാത്ത ജനങ്ങൾ, അള്ളാഹു എല്ലാവർക്കും ബോധം കൊടുക്കട്ടെ. അള്ളാഹു ബോധം കൊടുക്കട്ടെ. നമുക്ക് ആരോടും വിരോധം ഇല്ലല്ലോ. ഈ അറിവില്ലായ്മയൊക്കെ പറഞ്ഞ് സ്വന്തം വാപ്പാനെ വരെ കാഫിറാക്കാണ്. കാഫിറായ വാപ്പാടെ സ്വത്ത് വീതം വെക്കുമ്പോൾ മക്കൾക്ക് വലിയത് തന്നെ കിട്ടണം. അപ്പോൾ പിന്നെ മുശ്രിക്കാണെന്നുള്ള വിഷയമൊന്നും വരണില്ല. രസം എന്താണെന്ന് വെച്ചാൽ കല്യാണം ആലോചിക്കുമ്പോൾ സുന്നികളായ പെൺകുട്ടികളെ തന്നെ ആലോചിക്കുക. അപ്പോൾ മുശ്രിക്കിനെ കെട്ടണമെന്നും കുഴപ്പമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് മുശ്രിക്കായ ഇമാമിൻ്റെ പിന്നിൽ തന്നെ വന്ന് നിസ്കരിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ നിസ്കാരത്തിനും കുഴപ്പമില്ല. പിന്നെ എന്തൊട്ട് ചെറുക്കാണ് ഇവർ പറയണതെന്ന് മനസ്സിലാവണമില്ല. അപ്പോൾ ഇയ്യാക നസ്തഈൻ, ഭൗതികമായാലും അഭൗതികമായാലും എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സഹായവും പടയ്ക്കുന്നത് അള്ളാഹുവാണ്. എൻ്റെ ഭാര്യ എന്നെ സഹായിക്കണമെങ്കിൽ ആ സഹായം തരുന്നത് അള്ളാഹു. ഭാര്യ ഒരു കാരണം, അത്രയേ ഉള്ളൂ. ഉമ്മ ഇഡ്ഡലി ഉണ്ടെന്നു, അല്ലെങ്കിൽ ഭാര്യ ചായ ഉണ്ടെന്നു, അത് ഭാര്യ സ്വന്തമായിട്ട് എന്നെ സഹായിച്ചതല്ല, അള്ളാഹിൻ്റെ സഹായമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സഹായിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷവും സഹായിക്കും, അള്ളാഹിൻ്റെ ഔലിയാക്കളെ സഹായിക്കും. അതങ്ങനെ തന്നെ ഖുർആനിലുള്ള വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. അള്ളാഹുവും റസൂലും ഔലിയാക്കളും ഒക്കെ നിങ്ങളുടെ സഹായികളാണ്. ഇത് പടച്ചോൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഔലിയാക്കളെ സഹായിച്ചു, അത് അവരുടെ സ്വന്തം കഴിവുകൊണ്ടാണോ? അങ്ങനെ ഒരാൾ വിശ്വസിച്ച് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അള്ളാഹ് അവരിലൂടെ നമ്മളെ സഹായിച്ചു. ഇത്രയേ ഉള്ളൂ സംഗതി. അള്ളാഹ് ഒന്നും ആകാശത്തുനിന്ന് നമുക്ക് നേരിട്ട് ഇറക്കി തന്നിട്ടില്ല. ഓരോന്നിനും വസീലയുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ ഇയ്യാക നസ്തഈൻ എന്ന കാര്യം തിരിയും. ഇല്ലെങ്കിൽ അവർ കിടന്നിങ്ങനെ വട്ടം തിരിയും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമായ നേരായ പാതയിലൂടെ ഞങ്ങളെ നടത്തണേ അല്ലാ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഏതാണ് ഈ സിറാത്തുൽ മുസ്തഖീം? ഏതാണ് സിറാത്തുൽ മുസ്തഖീം? അത് അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ പാത, അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ പാത. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹ് കോപിച്ചവരുടെ പാതയല്ല. അള്ളാഹ് കോപിച്ചവരാരാ? അത് അള്ളാഹിൻ്റെ ഔലിയാക്കളെ, അമ്പിയാക്കളെ കുറ്റം പറഞ്ഞവർ, വലല്ലാലീൻ, അള്ളാഹ് ശപിച്ച ആളുകൾ. അപ്പോൾ അവരെപ്പോലെയുള്ള ആളുകളുടെ പാതയല്ല, അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ പാതയിലൂടെ ഞങ്ങളെ നീ നടത്തണേ അല്ലാ. ആമീൻ. ആമീൻ എന്ന് പറഞ്ഞാൽ ഇസ്തജിബിയ അല്ലാ, നീ ഉത്തരം ചെയ്യണേ തമ്പുരാനെ എന്നാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരൊറ്റ ഫാത്തിഹ മതി, ലൈഫ് മാറും, ലൈഫൊന്ന് കളറാവും. ഫാത്തിഹയുടെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഒരൊറ്റ ഫാത്തിഹ മനസ്സറിഞ്ഞു ഓതാൻ നോക്കണം. ഒന്നാമത്തെ ഒരു മഹത്വം ഉമ്മുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ ഉമ്മയാണ്. അപ്പോൾ തന്നെ ആ ഫാത്തിഹയിൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. ഖുർആനിൻ്റെ 114 അധ്യായങ്ങൾ ഒരൊറ്റ ഫാത്തിഹയിൽ ബാക്കി 113 കൂടെ കലർന്നിട്ടുണ്ട്. അത്ര അത്ഭുതമാണ് ഫാത്തിഹ. രണ്ടാമത്തെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ഖുർആനിലോ ഇഞ്ചീലിലോ സബൂറിലോ അതുപോലെ തന്നെ തൗറാത്തിലോ ഫാത്തിഹ പോലെ വേറൊരു അധ്യായം കാണാൻ പറ്റില്ല. അത്ര സൂപ്പർ സാധനമാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് മുഅ്മിനീങ്ങൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഓതുന്ന സൂറത്ത് ഏതാ? സൂറത്തുൽ ഫാത്തിഹയാണ്, നിസ്കാരങ്ങളിലൊക്കെ അല്ലേ. അതുപോലെ തന്നെ നാലാമത്തേത് സബ്ഉൽ മസാനിയാണ്, 2 തവണയായി ഇറങ്ങിയ 7 ആയത്തുകൾ. ഫാത്തിഹ 2 തവണ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. അഞ്ചാമത്തേത് ഫാത്തിഹ ഇറങ്ങിയത് ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസമാണ്.
ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഫാത്തിഹ ഇറങ്ങിയ ആ ദിവസം തന്നെ നമ്മൾ ഫാത്തിഹ മനസ്സറിഞ്ഞ് ഇതുപോലെ ഓതിയാൽ അള്ളാഹുവിങ്കിൽ വല്ലാത്ത മഹത്വമല്ലേ. അഞ്ചാമത്തേത് നമ്മൾ പറഞ്ഞു. ആറാമത്തേത് 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് സൂറത്തുൽ ഫാത്തിഹയെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം തന്നെ അതിൻ്റെ മഹത്വം എത്രയാണ്? 70,000 മലക്കുകൾ അകമ്പടി സേവിച്ചുകൊണ്ട് ഒരു അധ്യായം ഇറക്കാന്ന് പറഞ്ഞാൽ ആ അധ്യായത്തിൻ്റെ മഹത്വം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഏഴാമത്തെ ഒരു വല്ലാത്ത മഹത്വം, ബാഹ്യമായ 1000 ഫലങ്ങളും ആന്തരികമായ 1000 ഫലങ്ങളും ഏറ്റവും ചുരുങ്ങിയത് ഫാത്തിഹയ്ക്കുണ്ട്. ഫാത്തിഹയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ബാഹ്യമായ 1000 ഫലങ്ങളും ആന്തരികമായ 1000 ഫലങ്ങൾ. നമ്മൾ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കൂലേ ഫാത്തിഹ? ഇതുപോലെ വേറൊരു അധ്യായത ഉള്ളത്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, അള്ളാഹിനോടുള്ള പ്രണയം, അള്ളാഹിനോടുള്ള സ്നേഹം, അള്ളാഹിനെ തിരിച്ചറിയാൻ ഫാത്തിഹ നിർബന്ധമാണേ. ഫാത്തിഹ ഒരു മനുഷ്യൻ ക്ലിയർ ആക്കിയാൽ അവൻ അള്ളാഹിനെ കിട്ടും. അതുകൊണ്ടല്ലേ സൂഫിയാക്കളൊക്കെ ഫാത്തിഹയിലൂടെ അള്ളാഹുവിലേക്ക് നടക്കാൻ നമ്മളോട് പറയണത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എട്ടാമത്തേത്, ഫാത്തിഹയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള 30ഓളം നാമങ്ങളുണ്ടെന്നാണ്. അതായത് ഒരുപാട് നാമങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ മഹത്വം വർദ്ധിക്കുമല്ലോ. 9ാമത്തേത്, ഒരു തവണ ഓതിയാൽ ഒരു ഖത്തം തീർത്ത കൂലിയാണ്. അതായത് ഇഖ്ലാസ് സൂറത്ത് 3 തവണ ഓതിയാലാണ് ഒരു ഖത്തുമ് തീർത്ത കൂലിയെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ ഓതിയാൽ ഒരു ഖത്തുമ് തീർത്ത പ്രതിഫലമാണ്. 10ാമത്തേത്, 7 ആയത്തുകൾ 7 നരക കവാടങ്ങളെ അടച്ചു കളയും. 11ാമത്തേത്, 8 സ്വർഗ കവാടങ്ങളെ അത് തുറപ്പിക്കും. 12ാമത്തേത്, ശിഫാഉം മിൻ കുല്ലി ദാ, എന്ത് രോഗമാണെങ്കിലും മരണമില്ലാത്ത എല്ലാ രോഗത്തിനും ശിഫയാണ്. ക്യാൻസർ ആകട്ടെ, ട്യൂമർ ആകട്ടെ, ഓതേണ്ടതുപോലെ ഓതിയാൽ അവന് ശിഫയുണ്ട് എന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. 13ാമത്തേത്, വിഷമേറ്റാൽ പോലും മന്ത്രിക്കാൻ പറ്റിയ മനോഹരമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഹദീസിലുള്ളത്? സ്വഹാബത്ത് കുറച്ച് ആളുകൾ ഒരു യാത്ര പോവാണ്. പോണ വഴിക്ക് ഒരു ഗ്രാമത്തിലെത്തി. അവരാരും സ്വഹാബാക്കളെ തിരിഞ്ഞു നോക്കിയില്ല, സഹായിച്ചില്ല. പെട്ടെന്നാണ് ഒരാൾ ഓടി വന്നിട്ട് പറയണത്, ഞങ്ങളുടെ ഗ്രാമമുഖ്യനെ പാമ്പ് കടിച്ചു, അല്ലെങ്കിൽ വിഷമേറ്റു, തേളോ പാമ്പോ ആണ്, വിഷമേറ്റു. ആരാണ് നിങ്ങളിൽ മന്ത്രിക്കുന്ന ആളുകളുള്ളത് എന്നാണ്. അല്ലേ, മന്ത്രിക്കുന്ന ആളുകൾ ആരാണ്? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, മന്ത്രിക്കാനൊക്കെ ആളുണ്ട്, നിങ്ങൾ പക്ഷെ എന്ത് തരും? ഒരു ഡിമാൻഡ് അല്ലേ, എന്ത് തരും? നമ്മളെന്താ കൊടുക്കുക മന്ത്രിക്കാൻ? അതവിടെ നിൽക്കട്ടെ, മന്ത്രിക്കാൻ നിങ്ങൾ എന്ത് തരും? എന്ത് വേണം? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് 100 ആട് വേണം. 30ഉം 100ഉം ഒക്കെ ഹദീസിൻ്റെ റിപ്പോർട്ടുകളിലുണ്ട്. ഏതായാലും ഇച്ചിരി കൂടി തന്നെ പിടിക്കാം. 100 ആട് വേണം. 100 ആടിന് എത്ര രൂപയുണ്ട്? ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരാടിന് ഏറ്റവും ചുരുക്കിയത് 10,000 രൂപ കൊടുക്കണ്ടേ? അപ്പോൾ 100 ആടിന് എത്രയായി? ഒന്നാലോചിച്ച് നോക്കി. 100 ആടിന് 10 ലക്ഷം രൂപയായി. അപ്പോൾ 10 ലക്ഷം തരികയാണെങ്കിൽ ഞങ്ങൾ മന്ത്രിക്കുക. വേണ്ട, ഹദീസിൽ ഏറ്റവും ചുരുങ്ങിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത് 30 ആണെന്നാണ്. 30 വെച്ചാൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ 3 ലക്ഷം രൂപയായി. ചുരുങ്ങിയത് പിടിക്കാം, 3 ലക്ഷം തന്നാൽ മന്ത്രിക്കാമെന്ന് പറഞ്ഞു. എന്തും തരാം, നിങ്ങൾ വരുമെന്നാണ്. ചെന്നു സഹാബത്തി എന്നു ഒരൊറ്റ ഫാത്തിഹ ഓതി മന്ത്രിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ വേഷം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കാരണം സ്വഹാബത്തിൻ്റെ നാവാണ്, ഫാത്തിഹ തിരിച്ചറിഞ്ഞ നാവാണ്, ഫാത്തിഹ കൽബിൽ ഉൾക്കൊണ്ടിട്ടുള്ള നാവാണ്. നമ്മളെന്താ ഉൾക്കൊണ്ടതെന്ന് ഞാൻ പറയണില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്വഹാബത്ത് ഓതിയപ്പോഴത്തേക്കും ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഈ കിട്ടിയ 100 ആടിനെ അല്ലെങ്കിൽ 30 ആടിനെയും കൊണ്ട് ഇവരിങ്ങനെ വരികയാണ്. പെട്ടെന്ന് സ്വഹാബത്തിൻ്റെ ഇടയിൽ തർക്കം. മന്ത്രിച്ച വിഷയത്തിലല്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ ആടിനെ വാങ്ങിയത് റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടല്ലല്ലോ. ഇപ്പം നബിതങ്ങൾ എന്ത് പറയും? വാങ്ങണ്ടായിരുന്നു, ഷോ മോശമായിപ്പോയി. വേറൊരു ടീം പറഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് റസൂലുള്ളാഹിനോട് ചോദിക്കാം. അങ്ങനെ 2 ടീമുകളായിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സംഭവിച്ചത്? ഇന്നാലിന്ന കാര്യങ്ങളാണ്. എന്താ മന്ത്രിച്ചത്? ഫാത്തിഹയാണ് നബിയെ. നല്ല മന്ത്രം. ആരാ പറഞ്ഞു? നല്ല മന്ത്രം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കിട്ടിയത്? നബി ഇങ്ങനെ 100 ആട് കിട്ടി. 100 ആട് കിട്ടിയോ? എന്നാൽ അതിൽ നിന്ന് ഒരു പങ്ക് എനിക്കും തരണം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുത്തുനബിക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി തരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും കഴിക്കാൻ പറ്റിയതാണ് മന്ത്രിച്ച് കിട്ടുന്നത് എന്നാണ് ഈ പറയണത്. മനസ്സിലായോ? നബിതങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതപ്പം തന്നെ ഈ കൈ കൂടെ മേടിച്ച് പാവപ്പെട്ടവർ ഇതിലങ്ങോട്ട് കൊടുക്കും. അവിടത്തേക്കൊന്ന് മാറ്റി വെക്കണ പതിവ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്ത് വിഷയത്തിന് വിഷമേറ്റാൽ പോലും മന്ത്രിക്കാൻ പറ്റിയ സാധനമാണ്, മന്ത്രിക്കാൻ പറ്റിയ മനോഹരമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇനി 14ാമത്തേത്, ഒരു രോഗിയുടെ അടുത്ത് പോയാൽ, നമ്മുടെ കുടുംബക്കാരനാണ് അല്ലെങ്കിൽ വീട്ടുകാരനാണ്, ഒരു 41 ഫാത്തിഹ ഓതിയിട്ട് ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക, ശിഫയുണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. 15ാമത്തേത്, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി, ഉണങ്ങണില്ല, ഒരു പഞ്ഞി എടുക്കുക. ആ പഞ്ഞി എടുത്തിട്ട് സൂറത്തുൽ ഫാത്തിഹ 7 തവണ ഓതുക. എന്നിട്ട് ഉമിനീര് വരുന്ന രീതിയിൽ ഇഷ്ഫി എന്ന് മന്ത്രിച്ചിട്ട് ആ സ്ഥലത്തൊന്ന് വെച്ച് കൊടുക്കുക. നല്ല നീയത്തിൽ വേണം. ട്രൈ ചെയ്ത് നോക്കാം. മൊയ്ലിയാർ പറഞ്ഞല്ലേ, അള്ളാഹുവിൽ തവക്കുലാക്കി ചെയ്യുക, ശിഫയാകും. 16ാമത്തേത്, ഒരുപാട് ആഗ്രഹം ഉണ്ട് എന്നാണ്. ഒരുപാട് ആഗ്രഹം നടക്കണില്ല.
ഒരു 313 സൂറത്തുൽ ഫാത്തിഹ അങ്ങ് നേർച്ചയാക്കി ഒതുക്കിയോ ബദരീങ്ങളുടെ എണ്ണമല്ലേ, നടക്കുമെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. ഇനി ആഗ്രഹങ്ങൾ നടക്കാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. ഇശാ നിസ്കാര സമയത്ത്, മഗ്രിബിൻ്റെ ഇശാൻ്റെ ഇടയിൽ, ഇശാ നിസ്കാര സമയത്തല്ല, ഇശാന് മുമ്പ്, ഇശാ നിസ്കാരത്തിന് മുമ്പ്, അതായത് മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ 40 തവണ സൂറത്തുൽ ഫാത്തിഹ. ഇതിങ്ങനെ പതിവാക്കി വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തി തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ചിലരുടെ പരാതിയുണ്ട്, ഓർമ്മശക്തി വല്ലാതെ ബാധിക്കപ്പെട്ടു, കുട്ടികളിൽ ഓർമ്മശക്തി കുറഞ്ഞു വരുന്നു. എന്ത് ചെയ്യണം? ഒരു 7 ദിവസം ഒരു ദിവസം 70 ഫാത്തിഹ ഓതുക. ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം കേട്ടോ. ഒരു ദിവസം 70 ഫാത്തിഹ ഓതിട്ട് മന്ത്രിക്കുക. അങ്ങനെ 7 ദിവസം തുടർച്ചയായി 70 ഫാത്തിഹ ഓതി മന്ത്രിച്ചിട്ട് ആ വെള്ളം കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ ഒരു തവണ മന്ത്രിച്ചിട്ട് മാറ്റി വെക്കുക. അങ്ങനെ ആ വെള്ളത്തിൽ തന്നെ വീണ്ടും പിറ്റേന്ന് 70 അങ്ങനെ 7 ദിവസത്തിന് ശേഷം ആ വെള്ളം കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കുക. നല്ല മാറ്റം കുട്ടിയിൽ, അല്ലെങ്കിൽ നമ്മിൽ തന്നെ വല്ലാത്തൊരു മാറ്റം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ ആ വേദനയുള്ള വകുപ്പ് ഇവിടെയാണ് വേദനയെങ്കിൽ അവിടെ കൈവച്ചിട്ട് ഒരു 7 ഫാത്തിഹ നല്ല നീയത്തിൽ ഓതി നോക്കുക. വലത്തെ കൈ വെച്ചിട്ട് ഓതുക. അപ്പോൾ ഇനി വലത്തെ കൈയിലാണ് വേദനയെങ്കിൽ ഇടത്തെ കൈ വെച്ചിട്ട് ഓതുക. അപ്പോൾ ആ ഒരു വേദനയ്ക്ക് ശമനമുണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഹറിൻ്റെ സമയം, ഇടയത്താഴ സമയത്തൊരു 41 ഫാത്തിഹ നിങ്ങൾക്ക് പതിവായി ഓതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണ്? എത്ര വലിയ പ്രയാസമാണെങ്കിലും ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ മോചിപ്പിക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ പ്രയാസമാണ്. ചില ആളുകൾ ഇഖാമ പ്രശ്നം പറഞ്ഞവരുണ്ട്, പാസ്പോർട്ടിൻ്റെ വിഷയം പറഞ്ഞവരുണ്ട്, അതുപോലെ ലൈസൻസിൻ്റെ വിഷയം പറഞ്ഞവരുണ്ട്, പിന്നെ ഭർത്താവ് ജയിലിലാണെന്ന് പറഞ്ഞവരുണ്ട്. എന്ത് പ്രയാസമായിക്കോട്ടെ അള്ളാഹു അത് മോചിപ്പിച്ച് തരും. പിന്നെ 21ാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എൻ്റെ വാപ്പാനം മടക്കി. എന്ത് ഹൈറാണോ ഹൈർ അള്ളാഹു എളുപ്പമാക്കട്ടെ. ആ ഹൈർ എളുപ്പമായി കിട്ടാൻ എന്താണ് ഹൈർ എന്ന് റബ്ബിനറിയാലോ. ചിലപ്പോൾ ജീവിതമാണെങ്കിൽ ചിലപ്പോൾ മരണമാണ്. എന്താണോ ഹൈർ, നമ്മളിങ്ങനെ വാപ്പ ഇങ്ങനെ ശ്വാസം വലിച്ച് ഇങ്ങനെ, ചില ആളുകൾ പറയാറുണ്ട്, പടച്ചോൻ ഇത്ര നേരത്തെ എടുക്കണ്ടായിരുന്നു, എൻ്റെ വാപ്പ വെറുതെ ഒന്നിങ്ങനെ ശ്വാസം വലിച്ച് കിടന്നാൽ മതിയായിരുന്നു. നമുക്ക് വാപ്പാനെ കാണാം ശ്വാസം വലിച്ച് കിടക്കുന്നത്, പക്ഷേ ഒന്ന് കൈയും കാലും അനക്കാൻ പറ്റാതെ വാപ്പ അങ്ങനെ കിടക്കുന്നത് അവരനുഭവിക്കണ വേദന എത്രയാണെന്നറിയോ? നമുക്കിങ്ങനെ വാപ്പാനെ കണ്ടുകൊണ്ടിരിക്കാമെന്നല്ലാതെ അവരനുഭവിക്കണ ആ ഒരു വേദന, ഒന്ന് എഴുന്നേക്കാൻ പറ്റാതെ, ഒന്ന് സ്വയം ബാത്റൂമിൽ പോകാൻ പറ്റാതെ കിടന്ന കിടപ്പിൽ ഇതൊക്കെ അനുഭവിച്ച് കിടക്കുന്ന കിടത്തം, അതെന്തിനാ? അതിനാണ് ഈ നരകവേദന എന്ന് പറയുന്നത്, നരകയാതന എന്നൊക്കെ പറയുന്നത് അതിനാണ്. അങ്ങനെയെങ്കിലും വാപ്പ കിടന്നാൽ മതി. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. റബ്ബെന്താണോ തന്നത് അത് ഹൈറാൻ. അങ്ങനെ കിടന്നു പോകണൊരവസ്ഥ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. അതിൽ നിന്നൊക്കെ മുത്തുനബി കാവൽ തേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിൽ അംഗത്തെ, വാപ്പാനെ ആകട്ടെ ആരും ആകട്ടെ, ഉമ്മാനെ ആകട്ടെ, ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും സുബഹിയുടെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ്, എങ്ങനെ സുബഹി വാങ്ക് വിളിച്ചു, സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചു, എന്നിട്ട് സുബഹി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു 41 ഫാത്തിഹ പതിവായി ഓതുക. എന്നിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. അള്ളാഹു ഹൈറായത് എളുപ്പമാക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട്, 22ാമത്തെ ഒരു പ്രത്യേകത, ഭയങ്കര ക്ഷീണമാണ് ഉസ്താദ്, എന്നും ക്ഷീണമാണ്. നിങ്ങളെന്ത് ചെയ്യണം? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടേ 1, 3, 7, 11 ഒറ്റയിട്ട് അങ്ങനെ സംഖ്യയിൽ ഒരു തവണയെങ്കിലും ഫാത്തിഹ ഓതിയിട്ട് കയ്യിൽ ഊതുക. ഇശ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് ശരീരം മുഴുവൻ ഒന്ന് തടവുക. ക്ഷീണത്തിൽ നിന്ന് ഉന്മേഷത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറും എന്നുള്ളതാണ്. ഇനി 23ാമത്തേത്, സൂറത്തുൽ ഫാത്തിഹ. ഏത് കാര്യം തുടങ്ങുമ്പോഴും ഫാത്തിഹ ഓതി അങ്ങ് ഇറങ്ങിക്കോ. ജോലിക്ക് പോവാൻ, ഇൻ്റർവ്യൂവിന് പോവാൻ ഫാത്തിഹ ഓതി അങ്ങ് തുടങ്ങിക്കോ. പരീക്ഷയ്ക്ക് പോവാൻ, ആ ജീവിതത്തിൽ ആ ഒരു കാര്യത്തിൽ വല്ലാത്ത ബർക്കത്തുണ്ടാകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാത്തിഹ പതിവാക്കുന്ന മക്കളാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വല്ലാത്ത ഗുണമാണെന്നാണ്. അവർ ജീവിച്ചിരിക്കട്ടെ മരിച്ചു പോയിക്കട്ടെ, മരിച്ചു പോയവരാകട്ടെ, ഏത് മരിച്ചാലും ജീവിച്ചാലും മാതാപിതാക്കൾക്ക് ഗുണമാണ്. ഖബറിലും ഗുണമാണെന്നേ. നമ്മൾ ഹദിയ പോലും ചെയ്തിട്ടില്ല, ഹദിയ കൂടെ ചെയ്താലപ്പോൾ അതിൻ്റെ ഒരു മഹത്വം എത്രയാണ്. ഹദിയ ചെയ്യാതെ തന്നെ മക്കൾ ഫാത്തിഹ ഓതുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ഗുണമാണെന്നാണ്. അപ്പോൾ ഫാത്തിഹയുടെ ഒരു ലെവൽ എന്താണ് ചിന്തിച്ച് നോക്കി. മറ്റൊരു പ്രത്യേകത എന്താണ്? നമ്മൾ സാമ്പത്തികമായ അഭിവൃദ്ധി ഫാത്തിഹ പതിവാക്കുന്നവർക്ക്, അതിൽ സാമ്പത്തികം 2 തരത്തിൽ. ആത്മീയമായൊരു സാമ്പത്തിക പുരോഗതിയുണ്ട്, ഒരു അഭിവൃദ്ധിയുണ്ട്. അത് ഈമാനികമായ അഭിവൃദ്ധി, അതിന് ഫാത്തിഹ കാരണമാണ്. ദുനിയാവിലും ഒരൊറ്റ മനുഷ്യൻ്റെ മുമ്പിലും നമ്മൾ കൈനീട്ടേണ്ടി വരില്ല. കാരണം ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞവനാ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സർവ്വസ്തുതി അള്ളാഹ്ക്കാണെന്നാണ്. അപ്പം അങ്ങനെയുള്ള അള്ളാഹുടെ ഏറ്റവും താഴേക്കിടയിലുള്ളൊരു അടിമയാണ് ഞാൻ, അവൻ്റെ അടിമയാണ് ഞാൻ. ആ അടിമയെ ഞാൻ എന്തിനാ ഭയപ്പെടണേ? എൻ്റെ റബ്ബ് അവൻ്റെ മുമ്പിൽ മാത്രം കൈനീട്ടേണ്ട ഒരുത്തനാക്കി എന്നെ മാറ്റും, വേറൊരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. എനിക്ക് ആ ബോധ്യമുണ്ട് എന്നുള്ള നെയ്യത്തിൽ ജീവിച്ചു നോക്കിയേ, ഫാത്തിഹ ഓതി നോക്കിയേ, അവനൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. അപ്പോൾ ഫാത്തിഹ ഓതണം. ചില ആളുകൾ പറയും ഞാനൊക്കെ എന്തോരം ഓതിയിട്ടും ഫലം കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്.
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫാത്തിഹ ഉൾക്കൊണ്ടിട്ടില്ല, ഉൾക്കൊണ്ട് ഓതണം. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ തജ്വീദ് അനുസരിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങി കൽബിൽ തട്ടിയിട്ട് ഓതണം. അപ്പോഴാണ് വരുന്ന പ്രയാസങ്ങളെയൊക്കെ താങ്ങാൻ കഴിയുക, അല്ലെങ്കിൽ അവിടെയെല്ലാം പുഞ്ചിരിക്കാൻ കഴിയുക എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു വേണ്ടവണ്ണം ഒരൊറ്റ ഫാത്തിഹ ഓതാൻ, ഒരൊറ്റ ഫാത്തിഹയിൽ തുടങ്ങി ഫാത്തിഹയിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും നീക്കിത്തരാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തന്നൊരു സമ്മാനം തന്നെയാണ് യഥാർത്ഥത്തിൽ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. പടച്ചോൻ്റെ കാരുണ്യം അത്രമേൽ നിറഞ്ഞു നിൽക്കുന്ന നിമിഷം. നമ്മൾ ഈ കാണുന്ന റിലീഫ് ഫണ്ടിലേക്ക് കഴിയുന്നതുപോലെ നല്ലൊരു ഹദിയ, ഏറ്റവും ചുരുങ്ങിയതൊരു 313 രൂപയെങ്കിലും കഴിയുന്ന ആളുകൾ ഹദിയ ചെയ്യുക കേട്ടോ. അള്ളാഹുവിന് വേണ്ടി നമ്മളത് കൊടുക്കുമ്പോൾ എത്രയോ പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോണ മനുഷ്യന്മാർ ആ ഹദിയ സ്വീകരിച്ചിട്ട് അവരൊരു അൽഹംദുലില്ലാ പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പടച്ചോനെ ഏറ്റെടുക്കല്ലേ. നിങ്ങൾക്കറിയോ, ഓരോ ആഴ്ചയിലും നമ്മളിങ്ങനെ പല ആളുകൾക്കിടയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഈ സ്വബാഹുൽ ഖൈറിലെ ഒരു സമ്മാനം അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റാറുണ്ട്. പല വിഷമതകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, ആ സമയത്തൊക്കെ അവരുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരുന്നത് കാണുമ്പോൾ പടച്ചോനെ അൽഹംദുലില്ലാ വല്ലാത്തൊരു ഹംദ് പറഞ്ഞു പോകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായങ്ങൾ ചെയ്യുന്നവരുടെ എന്ത് പ്രശ്നമാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും, എത്ര വലിയ പ്രയാസമാണെങ്കിലും അല്ലാഹു അതെല്ലാം നീക്കിത്തരുമാറാകട്ടെ. പിന്നെ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നറിയപ്പെടുന്ന ലോകപ്രസിദ്ധമായൊരു കിതാബുണ്ട്. സൂഫി ചിന്തകൾക്കൊക്കെ വല്ലാത്തൊരു ബലം നൽകിയ കിതാബാണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കിതാബാണ്. ആ കിതാബ് രചിച്ച മഹാൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല, നീ ഹായിബാക്കല്ലേ അല്ല. ഫാത്തിഹ തിരിച്ചറിയാൻ, അതിലൂടെ നിന്നെ ആസ്വദിക്കാൻ, നിന്നെ അറിഞ്ഞ മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ല. ഈ വെള്ളിയാഴ്ച ദിവസം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ മാറ്റി തീർക്കണേ അല്ല. ഖൽബ് നന്നാക്കണേ അല്ല, പാപങ്ങൾ പൊറുക്കണേ അല്ല, കുടുംബത്തിൽ ഐക്യവും സമാധാനവും സ്നേഹവും തരണേ അല്ല, പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ല. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല. പ്രവാസികളായ സഹോദരങ്ങൾ ധാരാളമുണ്ട്, ഞങ്ങളുടെ ഈ സദസ്സ് വീക്ഷിക്കുന്നവരിലുമുണ്ട്. അഭിവൃദ്ധി നൽകണയല്ല, കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണയല്ല, കടക്കണികളിൽ നിന്ന് കാവലേകണയല്ല, പ്രയാസങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ മാറ്റണയല്ല. ഒരുപാട് ദുആ വസിയ്യത്തുകൾ മുറാദുകൾ ഞങ്ങളുടെ കൽബിലുണ്ട്, എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണയല്ല. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം തരണയല്ല, മക്കളില്ലാത്തവർക്ക് ഹൈറായ സ്വാലിഹീങ്ങളായ കുഞ്ഞുങ്ങളെ കൊടുക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഇന്ന് ഖബറിലാണ്, എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണയല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. പ്രായം ചെന്ന് ഒരുപാട് ഉപ്പമാർ ഉമ്മമാർ ഈ സദസ്സ് വീക്ഷിക്കുന്നുണ്ട്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നിൻ്റെ കാരുണ്യത്തിൻ്റെ ഫലമെന്നോണം നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.